ഒടുവിൽ പാറ്റകൾ കത്തിച്ചുവിട്ട, പാറ്റകൾ തുടങ്ങിവെച്ച രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അട്ടിമറിച്ച സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ പാറ്റാക്കൂട്ടങ്ങൾ തലസ്ഥാനം കീഴടങ്ങിയപ്പോൾ പാറ്റാക്കൂട്ടങ്ങൾക്കൊപ്പം പ്രതിപക്ഷ നിരയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും അടങ്ങുന്നവർ അടക്കം എല്ലാ പാർട്ടിയിലെയും നേതാക്കളും സെലിബ്രിറ്റികളും സമൂഹവും എല്ലാവരും ഒന്നാകെ ഒരുമിച്ചപ്പോൾ ജനാധിപത്യത്തിൻ്റെ പുതിയൊരു പോർമുഖം തുറക്കുന്നു, കടുക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പലതരം ഡിമാൻഡുകൾ മാറി മാറി പരീക്ഷിച്ചിട്ടും അതിനെല്ലാം അപ്പുറത്ത് ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതെ, അട്ടിമറികളുടെ കണക്കുകളെല്ലാം പറഞ്ഞിട്ടും അതിൽ കേവലമായ സാങ്കേതികത്വത്തിൽ തൂങ്ങി വളരെ മിതമായ രീതിയിൽ സഞ്ചരിച്ചു പോരുന്ന ഒരു സംവിധാനത്തെ ഏതോ ഒരു പരാമർശത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് പിന്നീട് തിരുത്തി പറഞ്ഞുവെങ്കിലും അതിൽ വന്ന പാറ്റ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് ആരംഭിച്ച പാറ്റാക്കൂട്ടത്തെ കേവലം ആൾക്കൂട്ടമായും അർത്ഥമില്ലാത്ത മുഖമില്ലാത്ത ശബ്ദമായും ഒക്കെ കണ്ടവർക്ക് മുന്നിലാണ് അഭിജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരനും കൂടെ പാറ്റാക്കൂട്ടങ്ങളും ഒത്തുചേർന്നപ്പോൾ കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഒന്നിനു മുന്നിലും ഒരു ജനകീയ സമരങ്ങൾക്ക് മുന്നിലും അങ്ങനെ കീഴടങ്ങാൻ തയ്യാറാകാതെ മറ്റു പല ഉപാധികളും തേടിയ മോഡിജി സർക്കാരിൽ ഏറ്റവും പ്രധാനിയായ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വരുന്നത്. വിവിധ കോണുകളിൽ നിന്ന് ഇന്നലകളിൽ ഇല്ലാത്തവണ്ണമായിരുന്നു അതിൻ്റെ പ്രതിഷേധം കനത്തത്. ജന്തർ മന്തർ റോഡിൽ തുടങ്ങിയപ്പോഴുള്ള ആൾക്കൂട്ടത്തെ എല്ലാവരും പരിഹസിച്ചു. ഇതിനു മുമ്പ് ഒരു ഒത്തുചേരലിന് ക്ഷണിച്ചപ്പോൾ അവിടെ എത്തിയത് കേവലം 100 പേർ മാത്രമാണെന്നാണ് പലരും പറഞ്ഞത്. പിന്നീടത് ആയിരങ്ങളും പതിനായിരങ്ങളുമായി. സമാനതകളില്ലാത്ത രീതിയിൽ ഈ രാജ്യത്ത് നിശബ്ദമായിരുന്ന സെലിബ്രിറ്റി പ്രൊഫൈലുകളിൽ മഹാഭൂരിപക്ഷവും അത് കുട്ടികളുടെ ആവശ്യമാണ്, അതിനോട് ചെവി കൊടുത്തേ മതിയാവൂ എന്ന നിലയിലേക്ക് നീങ്ങി. അനാവശ്യമായ ലാത്തിച്ചാർജും കൈവിട്ട പ്രവൃത്തികളും ഇതിനെ ആളിക്കത്തിച്ചു. കുടുംബങ്ങളിൽ പോലും സ്നേഹത്തിലും അനുനയത്തിലും കൈകാര്യം ചെയ്യപ്പെടുന്ന യൗവനത്തെ കേവലം തെരുവിലിട്ട് അടിച്ചു തകർക്കുമ്പോൾ അതുകൊണ്ട് അടങ്ങുമെന്നാണ് കരുതിയതെങ്കിൽ അവിടെ ആളിക്കത്തുകയായിരുന്നു ആ പ്രതിഷേധം. ആ പ്രതിഷേധത്തിനെ തുടർന്ന് പിന്നീട് കണ്ടത് രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സുരക്ഷിത മേഖലയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ ഒരു കുത്തിയിരിപ്പ് സമരമാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ പോലീസ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വലിച്ചിഴച്ചപ്പോൾ അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മറ്റൊരു തരത്തിലേക്ക് ഉയർന്നു. സാധാരണ അല്പസമരം നടത്തി പിരിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിച്ച പ്രതിപക്ഷം പിന്നീട് ബിർള ഹൗസിലേക്ക് മെഴുകുതിരി വെളിച്ചവുമായി മുന്നോട്ട് പോയി. ഒട്ടും പരിഗണിക്കാതിരുന്ന സർക്കാർ തന്നെ നേരിട്ട് പലവരു ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചർച്ചയ്ക്കായി കാത്തിരുന്നു. സോനം വാങ്ചുക് എന്ന ഗാന്ധിയൻ നേതാവിൻ്റെ നിരാഹാരം വലിയ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ ഈ സമരത്തിന് നൽകി. ഏറ്റവും ഒടുവിൽ പ്രധാന ആവശ്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് അദ്ദേഹം പിന്മാറിയെങ്കിലും സമരക്കാരായ പാറ്റാക്കൂട്ടങ്ങൾ പിന്മാറിയില്ല. ഒടുവിലാണ് മോഹൻ ഭഗവത് തന്നെ രംഗത്ത് വന്നു. ഒത്തുതീർപ്പും സമവായവുമല്ല, കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം, നടപടി വേണം എന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടു. 2 മണിക്കൂർ മുമ്പ് ധർമ്മപ്രധാനം മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറ്റി അങ്ങനെ അപ്രസക്തമായ ഒരു കളി കളിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജന്തർ മന്തറിലെ പാറ്റാക്കൂട്ടവുമായി ചർച്ച നടത്തിയാണ്. അങ്ങനെ എല്ലാ പഴുതുകളും അവസാനിച്ചെടുത്താണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന അതികായൻ രാജിവെക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ പോരാട്ടത്തിലും കേന്ദ്രത്തിൻ്റെ നിലപാടുകളിലും വ്യത്യസ്തമായ ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പാറ്റാക്കൂട്ടത്തിൻ്റെ നേതാവ് പറഞ്ഞത് ഇതാദ്യ വിക്കറ്റ് മാത്രം, ഇനി ഇന്ത്യയെ, ഞങ്ങളുടെ കൂടി ഇന്ത്യയെ ഞങ്ങൾ കൂടി സംരക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുമെന്ന ചെറുപ്പക്കാരുടെ പ്രതിജ്ഞയിലേക്കാണ് രാജ്യം നടന്നെടുക്കുന്നത്. കാത്തിരിക്കാം, കാണാം ഇനിയുള്ള കാര്യങ്ങളും.